വർഷങ്ങളായി കുഞ്ഞിരാമന്റെ അമ്പലത്തറയിൽ തോട്ടത്തിലെ ചെടികളൊന്നും വാടിത്തളർന്നു വീഴാറില്ല. ജലലഭ്യതയാൽ സമൃദ്ധമാണ് ഈ പ്രദേശം. ചെങ്കല്ല് വെട്ടിയുണ്ടായ കുഴിയിൽ മഴവെള്ളം കെട്ടിനിൽക്കുന്നത് കണ്ടാണ് കുഞ്ഞിരാമൻ ചേട്ടന്റെ മനസ്സിൽ ഇങ്ങനൊരാശയം വരുന്നത്. അതോടെ കല്ലുവെട്ട് കുഴിക്ക് പുതുജീവൻ കിട്ടി. ആഴം കൂട്ടി കുളമാക്കി മാറ്റിയപ്പോൾ ഇന്ന് അതിൽ കൊള്ളുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ മഴവെള്ളം. വേനൽക്കാലത്ത് തുടർച്ചയായി നനയ്ക്കുന്നതുകൊണ്ട് തന്നെ മണ്ണിൽ ജലം ഓടുന്നിറങ്ങി സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലേക്ക് വെള്ളം എത്തുന്നുണ്ട്. അത് ഈ ചുറ്റുവട്ടത്തുള്ള കുടുംബങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. പ്രദേശത്ത് ഒരു കുളം വന്നതോടെ പ്രദേശത്തെ ജലക്ഷാമത്തിനും പരിഹാരമായി. ആദ്യകാലത്ത് സജീവമായി മത്സ്യകൃഷി നടത്തിയെങ്കിലും കോവിഡ് കാലത്തോടെ അത് പ്രതിസന്ധിയിലായി. എന്നിരുന്നാലും കുളത്തിലെ തിലോപ്പിയ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ കുഞ്ഞിരാമൻ ചേട്ടന്റെ മനസ്സ് വന്നില്ല. ഖനനങ്ങൾക്കും ക്വാറികൾക്കും പേരുകേട്ട കാസർഗോഡ് നിരവധി കല്ലുവെട്ട് കുഴികളും കാണാം. ഇത്തരം കുഴികൾ ജലസ്രോതസ്സായി മാറ്റാനുള്ള പദ്ധതികളും മുൻ എഞ്ചിനീയറായ കുഞ്ഞിരാമൻ അധികൃതർക്ക് മുന്നിൽ വെച്ചു. എന്നാൽ അധികാരികൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല. കർണാടകയിൽ സുള്യ, പുത്തൂര്, ഹാസൻ എന്നിവിടെ നിന്നുള്ള ആൾക്കാർ വന്ന് ഇത് കണ്ട് അവിടങ്ങളിൽ ഇതുപോലുള്ള മഴവെള്ള സമ്മേളനം നിർമ്മിച്ചിട്ടുണ്ട്. അതിനുള്ള സാങ്കേതിക സഹായം ഞാൻ അവർക്ക് നൽകിയിട്ടുമുണ്ട്. ഇന്നിപ്പോൾ കൃഷിയും ജലസംരക്ഷണവുമെല്ലാമായി വിശ്രമജീവിതം നയിക്കുകയാണ് ഇദ്ദേഹം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.